ഹലോ, നമുക്കിന്ന് ചായക്ക് വൈകുന്നേരം ചായക്ക് മത്തിത്തലയും കപ്പയും കൂടി മിക്സ് ചെയ്തതാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, എന്നാലും ഒന്ന് കണ്ടോ. മത്തിത്തല നന്നായി കഴുകി ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ചട്ടി വയ്ക്കുക. നിങ്ങൾക്ക് അടുപ്പില്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലും വെക്കാം. പിന്നെ ഒരു പാത്രം കൊണ്ട് മൂടുക. ഇനി നമുക്ക് അത് വേവുന്ന സമയം കൊണ്ട് കപ്പ ഉണ്ടാക്കാം. കപ്പ അടുപ്പത്ത് വെക്കാം. കപ്പ കഷ്ണങ്ങളാക്കി കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞളും ഉപ്പും വെള്ളവും ഒഴിച്ച് കുക്കർ മൂടി അത് ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നത്. അത് ഗ്യാസ് സ്റ്റൗവിൽ, കുക്കർ എന്തായാലും സ്റ്റൗവിലല്ലേ വെക്കാൻ പറ്റും, സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് വേവാൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്തുനിന്ന് മത്തിത്തലയിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കറിവേപ്പിലയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് സമയം ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത്, വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ചൂടാക്കൊന്നും വേണ്ട. ആ ചൂട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ വാങ്ങി വെച്ചാൽ മതി. ഞാൻ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കുന്നതെല്ലാം ഉണ്ട്. ഇളക്കി കുറച്ച് കഴിഞ്ഞിട്ട് അത് അടുപ്പത്തുനിന്ന് വാങ്ങി മാറ്റി വെക്കും. വേണ്ട, അടുപ്പത്തുനിന്ന് വാങ്ങി മാറ്റി വെച്ച് ഇനി കപ്പ നല്ലോണം വെന്തോ നോക്കി നല്ലോണം ഉടച്ചെടുക്കുന്നുണ്ട്. നല്ലോണം മിക്സായി. എനിക്ക് നല്ലോണം ഉടച്ചെടുത്തിട്ട് ഇഷ്ടം. നല്ലോണം ഉടച്ചെടുത്ത് അത് ഇനി മത്തിത്തലയിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് അടുത്തത് മത്തിത്തല എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നുണ്ട്. അന്ന് മിക്സ് ചെയ്ത് നന്നായി കോരിയിട്ട് മിക്സ് ചെയ്യും. സത്യം പറഞ്ഞാൽ മുളക് പൊടി കുറച്ച് കൂടുതലായി പോയിന് കേട്ടോ. ഭയങ്കര എരിവായിരുന്നു. സാരില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എരിവിൻ്റെ പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ. അത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ചായേൻ്റെ ഒപ്പം അങ്ങനെ കഴിക്കുക. കണ്ട, സൂപ്പർ മത്തിത്തലയും കപ്പയും റെഡി.